നമസ്കാരം. ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയാണ് PMJAY എന്ന് പറയുന്ന പദ്ധതി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്ന പദ്ധതി. തൃത്താല നിയോജക മണ്ഡലത്തിലെ 8000-ലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയിൽ അംഗങ്ങളാണ്. ദാരിദ്ര്യക്ക് താഴെയുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2013 ശേഷം നമ്മൾ ആ ഇൻഷുറൻസ് കാർഡ് ഗവൺമെന്റ് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കിയിട്ടുള്ള 2013 ശേഷം പുതുക്കിയിട്ടുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും ഈ 5 ലക്ഷം രൂപയുടെ പരിരക്ഷ ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് കാർഡ് എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിലും 2013 എടുത്തിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ആ കാർഡ് ഇപ്പോഴും ആക്റ്റീവ് ആണ്. പക്ഷേ നമ്മുടെ തൃത്താല നിയോജക മണ്ഡലത്തിൽ 8000-ലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടും ആ കുടുംബങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. ഈ 5 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് ഉണ്ട്. ശസ്ത്രക്രിയ അടക്കമുള്ള ആവശ്യങ്ങൾക്ക് നമ്മുടെ ഈ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ സൗജന്യമായിട്ട് ചികിത്സ ലഭിക്കുമെന്നുള്ള കാര്യം ഇപ്പോഴും അറിയാത്ത നിരവധി കുടുംബങ്ങളുണ്ട്. ആധികാരികമായിട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 8000-ലധികം കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നമ്മുടെ തൃത്താല നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലായിട്ടുണ്ട്. അത് അവർക്ക് ലഭിക്കാതെ പോകുന്നത് അതിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആരോഗ്യ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ അത് ഓർമ്മപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ആ കുടുംബങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ ആരോഗ്യ മേഖലയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ശ്രദ്ധിക്കണമെന്നുള്ള അഭ്യർത്ഥന കൂടി വെക്കുകയാണ്. എന്തുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പും ആരോഗ്യ മേഖലയും ഈ കാര്യത്തിൽ വീഴ്ച വരുത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ഈ കാർഡ് 5 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് ഒരു കുടുംബത്തിനുണ്ട് എന്നുള്ളത് വരുമ്പോൾ ഇത് നരേന്ദ്രമോദിക്കും കേന്ദ്ര ഗവൺമെന്റിനും ഭാരതീയ ജനതാ പാർട്ടിക്കും ഗുണം ചെയ്യും എന്ന ഒരു ചിന്തയിലാണ് ഇതിന് പ്രചരണം കൊടുക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പും ആരോഗ്യ വകുപ്പും ഒക്കെ ഇതിൽ വീഴ്ച വരുത്തുന്നത്.